ഈ ലോകത്തിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും പരസഹായം കൂടാതെ ജീവിക്കാൻ കഴിയില്ല. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവർക്കും മറ്റൊരാളുടെ സഹായം അത്യന്താപേക്ഷിതമായി വരും. ഏത് കാര്യത്തിലും സ്വയം പര്യാപ്തത നേടിയ ആളാണെന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. ഈ സമൂഹത്തിൽ മറ്റവരുടെ സഹായം നമുക്ക് കൂടിയേ കഴിയും. എന്നാൽ എല്ലാ സമയങ്ങളിലും നമ്മൾ പ്രതീക്ഷിച്ച ആളുകളിൽ നിന്ന് സഹായം ലഭിച്ചോണമെന്ന് നിർബന്ധമില്ല. അവർക്ക് സഹായിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടോ ഇഷ്ടമില്ലാത്തത് കൊണ്ടോ അല്ല, മറിച്ച് ചില സ്ഥലത്തും ചില സാഹചര്യങ്ങളിലും അവർക്ക് എത്തിപ്പെടാൻ കഴിയില്ല. അതാണ് കാരണം. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിലും നമ്മെ സഹായിപ്പാൻ ഒരുവനുണ്ട്. അതെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഒരു ചെറിയ ഇന്നത്തെ ധ്യാനത്തിനായി 46-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുന്നു. ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. നോക്കണേ, ഇസ് ദ നിയറസ്റ്റ്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഒരു സൂചി കുത്താൻ സ്ഥലമില്ല. അത്രത്തോളം വെരി ക്ലോസ് ടു അസ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അടുക്കൽ കർത്താവ് വരുന്നത് നമ്മുടെ ഏറ്റവും വലിയ കഷ്ടങ്ങളിലാണ്. നമ്മുടെ സമ്പന്നതയിലും നമ്മുടെ സന്തോഷത്തിലും തേടിയെത്താൻ ആൾ കാണും. അഡ്രസ്സ് ചോദിച്ചറിഞ്ഞ്, ഒരുപക്ഷെ നമ്മൾ നമ്പർ മറന്നുപോയെങ്കിൽ ആരോടെങ്കിലുമൊക്കെ അന്വേഷിച്ച് നമ്പർ തപ്പിപ്പിടിച്ച് നമ്മളെ വിളിച്ച് സൗഹൃദം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ടാവാം. തീർച്ചയായിട്ടും ഉണ്ട്. എന്നാൽ നമ്മുടെ കഷ്ടങ്ങളിലോ നമ്മൾ കണ്ടിട്ടും കാണാത്തവരെ പോലെ മറന്നു നടക്കുന്ന ചില ജീവിതങ്ങളെ നമ്മൾ കണ്ടിട്ടില്ലേ? നല്ല സുഹൃത്തുക്കൾ നമുക്കുണ്ടായിരുന്നു. അവരെല്ലാവരും ഇപ്പോൾ ഉണ്ടോ? ഇല്ല. സാഹചര്യവശാൽ അവർക്കൊക്കെ നമ്മളെക്കാൾ നല്ല ബന്ധങ്ങൾ ലഭിച്ചപ്പോൾ അവരങ്ങോട്ട് മാറിയതാവാം. അല്ലെങ്കിൽ അവർക്ക് അത്രയും മനസ്സുണ്ടായിരുന്നില്ല. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം നമ്മളുമായുള്ള സൗഹൃദം, ഈ ബന്ധം, സ്നേഹം നിത്യത വരെ ഉണ്ടാവുമെന്നുള്ളതാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. വില്യം 1-ാം ലോക മഹായുദ്ധകാലത്ത് സഖ്യകക്ഷികളെ നയിച്ച ഫ്രഞ്ച് ജനറലായിരുന്നു ഫോച്ച്. അദ്ദേഹത്തിന് വലിയ വിശ്വാസമാണ് ദൈവത്തെ. ഒരു ദിവസം സൈനിക ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ ഒരു യോഗം ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ കാണാനില്ല. ഒരാൾ പറഞ്ഞു, എനിക്കറിയാം അദ്ദേഹം എവിടെ പോയിരിക്കുകയാണെന്ന്. തൊട്ടടുത്ത ഒരു പൊളിഞ്ഞ ചെറിയ പള്ളിക്കകത്ത് താൻ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുക, അടുത്ത ചുവട് എങ്ങനെയാണ് വെക്കേണ്ടത്. പ്രിയരെ, ആ മനുഷ്യൻ്റെ വലിപ്പമല്ല, തൻ്റെ എളിമയാണ് നമ്മളവിടെ കാണുന്നത്. താൻ അത്ര വലിയവനാണെങ്കിലും തനിക്കറിയാം ദൈവത്തിൻ്റെ സഹായമില്ലെങ്കിൽ ഇനി ഒരു ചൂട് മുന്നോട്ട് പോകാനൊക്കില്ല. നോക്കൂ, പ്രതിസന്ധികൾ ഏറി വന്നാലും എവിടെയൊക്കെ നിങ്ങൾ ഒറ്റപ്പെട്ടാലും യേശുവിൽ നിങ്ങൾക്കൊരു അഭയമുണ്ട്, ഒരു മറുപടിയുണ്ട്. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, അടിയങ്ങളെ ഞങ്ങളുടെ കരങ്ങൾ തരുന്നു. ഞങ്ങളെ വേണ്ടവണ്ണം പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. Have a nice time. Thank you for watching.